അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ പരിപാവനമായ റജബ് മാസം ഇതാ നമ്മളിലേക്ക് ആഗതമാവുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ മാസമെന്ന് മുത്തു റസൂല് പരിചയപ്പെടുത്തിയ റജബ് കടന്നു വരികയാണ്. അതിനു മുമ്പ് നമുക്കൊന്ന് ഒരുങ്ങേണ്ടതുണ്ട്. ഒരു മുഅ്മിൻ എങ്ങനെയാണ് റജബ് മാസത്തെ സ്വീകരിക്കേണ്ടത് നമുക്കൊന്ന് പരിചയപ്പെടാം. റജബ് മാസം 1 മുതൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ചെയ്യേണ്ട, മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളെ നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദീകരിച്ച് പറയുകയാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? റജബ് മാസമാകുമ്പോൾ യൂട്യൂബിൽ ഒരുപാട് ഉസ്താദുമാർ റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞ് ചിലപ്പോൾ വീഡിയോകൾ ഇറക്കിയേക്കാം. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും പല വിമർശകരായ ആളുകളും അതിനെ തള്ളിക്കളയുന്ന, ഇതൊന്നും മുൻകാലത്തില്ലല്ലോ, പിൻകാലത്ത് ചില ആളുകൾ ഉണ്ടാക്കിയതാണെന്ന് പരിഹസിക്കുന്ന ചില വിമർശകന്മാരോട് പറയട്ടെ, വിശുദ്ധമായ ഖുർആൻ പറയുന്നു, പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ അതിപ്രധാനമാണ് ഈ ശ്രേഷ്ഠമായ റജബ് മാസം. ഏതാണ് ആ ആയത്ത്? നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം. ഈ റജബ് മാസത്തിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് തുടങ്ങാനുണ്ട്, എല്ലാം വിശദമായി നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം. അവസാനം വരെ കാണുക. വിശുദ്ധമായ ജമാദുൽ ആഖിർ മാസത്തിൻ്റെ അവസാനത്തെ ദിനങ്ങളിലാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മളിലേക്ക് ആഗതമാകുന്ന, നമ്മളിലേക്ക് കടന്നു വരുന്ന പവിത്രതകൾ ഏറെ നിറഞ്ഞിട്ടുള്ള റജബ് മാസം. അൽഹംദുലില്ലാഹ്, ആ റജബ് മാസത്തെ പൂർണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും അതിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആ പരിശുദ്ധമായ റജബ് മാസം, 2023 വർഷത്തിലെ റജബ് മാസം. ആ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ റജബ് മാസത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്, റജബിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ്, റജബിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, റജബിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ്, റജബ് മാസത്തിൽ പറയേണ്ടത് എന്താണ്, ഓതേണ്ടത് എന്താണ് തുടങ്ങിയ റജബ് മാസത്തിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും അറിയേണ്ടതുമായ മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുകയാണ്. നമ്മളിൽ പല ആളുകളും ചിന്തിക്കുന്നത് റജബ്, ശഅബാൻ ആ മാസങ്ങളൊക്കെ കടന്നുപോയി പിന്നീട് വരുന്ന റമളാൻ, ആ റമളാൻ ഒന്നാകുമ്പോൾ നന്നാവാം, ആ ഒരു തീരുമാനം പല ആളുകളും ഇപ്പോഴേ എടുത്തിട്ടുണ്ട്. റജബ് ശഅബാനൊക്കെ വരാറുള്ളതല്ല, അത് വന്നു പോട്ടെ. നന്നാവണമെങ്കിൽ റമളാനിൽ നന്നാവാം, റമളാൻ 1 നോമ്പ് പിടിച്ചിട്ട് അന്ന് മുതൽ നന്നാവാം എന്ന് തീരുമാനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എന്ന് കരുതിയിട്ടുള്ള ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി എൻ്റെ ശരീരത്തോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറയട്ടെ, റമളാനിൽ നന്നാവാൻ ഒരാൾ തീരുമാനിച്ചാൽ നന്നാവൂല. ഇത് ഞാൻ പറഞ്ഞതല്ല, മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. ഹദീസുകൾ നമുക്കിതിന് വെളിച്ചം പകരുന്നുണ്ട്. ഹദീസുകൾ ഇതിന് തെളിവാണ്. കാരണം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നന്നാവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഈ റജബ് ശ്രദ്ധിക്കണം, ഇനി വരുന്ന ശഅബാൻ ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞുള്ള റമളാനും ശ്രദ്ധിക്കണം. റജബ് മാസം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയാലാണ് ശഅബാൻ മാസം നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. കടന്നു വരുന്ന ശഅബാൻ മാസം ഉപയോഗപ്പെടുത്തിയാലാണ് അത് കഴിഞ്ഞ് നമ്മളിലേക്ക് കടന്നു വരുന്ന റമളാൻ മാസം നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. റമളാൻ മാസം പ്രയോജനപ്പെടണമെങ്കിൽ റമളാനിന് മുമ്പുള്ള റജബും ശഅബാനും നമ്മൾ പൂർണ്ണമായും അത് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കണം. റജബ് മാസം കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് പരിശുദ്ധമായ ഹദീസിൽ പറഞ്ഞതുപോലെ ദുആ ചെയ്യലാണ്. റജബ് മാസം 1 മുതൽ നമ്മൾ പറയേണ്ട ഒരു പ്രത്യേക ദുആയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദുആയാണ്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആ ഒരു ദുആയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ ഒരു പരിശുദ്ധമായ ദുആ ഇതെല്ലാവർക്കും മനപ്പാഠം ഉണ്ടാകും. ഇല്ലാത്തവർ ഇന്ന് തന്നെ ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ അത് മനപ്പാഠമാക്കി വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും റജബ് മാസം കടന്നു വരുമ്പോൾ റജബിലും ശഅബാനിലൊക്കെ ഈ ദുആ ഇങ്ങനെ വർദ്ധിപ്പിക്കുമായിരുന്നു. സ്വഹാബാക്കളോട് ഓതാൻ, സ്വഹാബാക്കളോട് പറയാൻ ഈ ദുആ നബി തങ്ങൾ എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ചില ആളുകൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ
വബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഹദീസിലുള്ളത് വബല്ലിഗ്നാ റമളാൻ എന്നാണ്. പരിശുദ്ധമായ റജബ് 1 മുതൽ എല്ലാ പള്ളികളിലും ഉസ്താദുമാര് അവരുടെ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടമായിട്ടുള്ള ദുആയിൽ ഈ ദുആ പറയുമ്പോഴാണ് പല ആളുകളും ശ്രദ്ധിക്കുന്നത്, അല്ലാഹുവേ ദേ റജബ് വന്നല്ലോ, ഇനി വരുന്നത് ശഅബാൻ ആണല്ലോ, പിന്നീട് വരുന്നത് റമളാൻ ആണല്ലോ. സത്യത്തിൽ ഈ ഒരു ദുആ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് റമളാനിന്റെ ഒരു പ്രതീതി മനസ്സിലേക്ക് വരണമെന്നാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ, വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്നാണ് ആ ദുആയിന്റെ അർത്ഥം. മുൻഗാമികളായ മഹത്തുക്കൾ അവരൊക്കെ റജബ് മാസം വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെറുതായതോ വലുതായതോ രോഗം വന്നാൽ ഉടൻ തന്നെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുകയും ഉടൻ തന്നെ ദുആ ചെയ്യും, അള്ളാഹുവേ റജബ് മാസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ, റജബിലേക്ക് എത്തിക്കണേ, റജബിൽ ഞങ്ങളെ മരിച്ചാലും കുഴപ്പമില്ല, അതുകൊണ്ട് റജബിലേക്ക് ഞങ്ങളെ ഒന്ന് എത്തിക്കണേ എന്നവർ ദുആ ചെയ്യുമായിരുന്നു. അപ്പൊ റജബ് മാസത്തിന്റെ ശ്രേഷ്ഠത, റജബ് മാസത്തിന്റെ ഫളീലത്ത് എത്ര പറഞ്ഞാലും തീരില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് മാനസികമായും ശാരീരികമായും റജബ് മാസത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. മാനസികമായി തയ്യാറാവണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? മനസ്സിൽ നമുക്കുള്ള കുശുമ്പ്, കുഞ്ഞായ്മ, മറ്റുള്ളവരോടുള്ള ദേഷ്യം, അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റിയുള്ള ഗീബത്ത്, പരദൂഷണം, ഏഷണി, അതൊക്കെ മാറ്റിവെക്കുക. അതൊക്കെ മാറ്റിവെച്ച് മനസ്സ് ക്ലിയർ ആയിട്ട് വേണം റജബ് മാസത്തെ സ്വീകരിക്കാൻ. ശാരീരികമായി നമ്മൾ ചെയ്തു പോകുന്ന എന്തെല്ലാം പാപങ്ങളുണ്ടോ, മനുഷ്യരാണ് ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന നമ്മളൊക്കെ പല അബദ്ധങ്ങളിലും പെട്ടുപോയിട്ടുണ്ട്, പല പാപങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് റജബ് മാസം വരികയാണ്, ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് റജബ് മാസത്തെ സ്വീകരിക്കാൻ തയ്യാറായി എന്ന ഒരു ഉത്തമ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. മാത്രമല്ല ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ഒരുപാട് ഇസ്തിഗ്ഫാർ പറയണം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ ചെറുത് വലുത് രഹസ്യം പരസ്യം അറിഞ്ഞ് അറിയാതെ ഒരുപാട് തെറ്റിൻ്റെ ഭാഗത്ത് നിന്നും സംഭവിച്ചു പോയി, ഞാൻ എല്ലാം തൗബ ചെയ്ത് മടങ്ങുകയാണ്. കാരണം പരിശുദ്ധമായ റജബ് മാസം കടന്നു വരികയാണ്. അതുകൊണ്ട് പൂർണ്ണമായും തൗബയുടെ ഒരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗബയുള്ള ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല ഈ മാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നമ്മൾ ചെയ്യണം. കാരണം വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, മിൻഹാ അർബഅത്തുൻ ഹുറും, നിശ്ചയമായും 4 മാസങ്ങളെ അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. അല്ലാഹു ബഹുമാനിച്ച മാസമാണ് റജബ് മാസം. അല്ലാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുള്ള 4 മാസങ്ങൾ, ആ 4 മാസങ്ങളിൽ ഒന്നാണ് ഈ പരിശുദ്ധമായ റജബ് മാസം. റജബുൻ ഷഹ്റുല്ലാ, ശഅബാനു ഷഹ്രി, റമളാനു ഷഹ്റു ഉമ്മത്തി എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റജബ് അള്ളാന്റെ മാസമാണ്, ശഅബാൻ എൻ്റെ മാസമാണ്, റമളാൻ എൻ്റെ ഉമ്മത്തിങ്ങളുടെ മാസമാണ്, അള്ളാഹുവിൻ്റെ മാസമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ റജബ് മാസം, സാധാരണ അല്ലാഹു തആല മറ്റു മാസങ്ങളെ ഒന്നും അള്ളാഹുവിൻ്റെ പേരിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടില്ല, മുത്ത് റസൂൽ അങ്ങനെ ചേർത്ത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ റജബ് മാസത്തെ സ്പെഷ്യലായിട്ട് അള്ളാന്റെ മാസമാണെന്ന് നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. ഹബീബുള്ള, അള്ളാഹുവിൻ്റെ ഹബീബ്, റൂഹുള്ള, അള്ളാഹുവിൻ്റെ റൂഹ്, നാഖത്തുള്ള, അള്ളാഹുവിൻ്റെ ഒട്ടകം, ബൈത്തുള്ള, അള്ളാഹുവിൻ്റെ വീട് എന്ന ആ ഒരു രൂപത്തിൽ, അതായത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത് പോലെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാസമാകുന്ന റജബ് മാസത്തെ അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞു. എന്ത്? ഷഹ്റുല്ലാ, അള്ളാഹുവിൻ്റെ മാസം. എന്നിട്ട് മഹാനായ മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, വതഅതു ഫീഹാ അക്സറു സവാബ, ഈ റജബ് മാസത്തിൽ നമ്മൾ ഒരു നന്മ ചെയ്താൽ അള്ളാഹു ഒരുപാട് എണ്ണം പ്രതിഫലമാണ് നൽകുക. സാധാരണ ഒരു ദിവസം, ഇപ്പൊ ഇന്ന് നമ്മൾ ഒരു നന്മ ചെയ്താൽ, കാരണം ഇന്ന് റജബ് അല്ലല്ലോ, ഇന്ന് പരിശുദ്ധമായ ജമാദുൽ ആഖിർ മാസത്തിന്റെ അവസാനത്തെ ദിനങ്ങളാണ്, അവസാനത്തെ മണിക്കൂറിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു നന്മ ചെയ്താൽ അള്ളാഹു ആ ഒരു നന്മക്ക് 10 പ്രതിഫലമാണ്.
ആ ഒരു നന്മക്ക് 10 പ്രതിഫലമാണ് അള്ളാഹു നൽകുക. അതായത് 10 ഇരട്ടിയായിട്ട് അള്ളാഹു താല ആ പ്രതിഫലം നമുക്ക് നൽകുമെന്നാണ്. എന്നാൽ റജബ് മാസമാണെങ്കിൽ, അതായത് അടുത്ത ആഴ്ച ഈ സമയത്തൊക്കെ നമ്മൾ ഒരു നന്മ ചെയ്താൽ 10 പകരം അവിടെ 70 പ്രതിഫലമാണ്. ഹദീസിൽ കാണാം, ഒരുപക്ഷെ 70 ആവാം, അല്ലെങ്കിൽ 700 ആവാം, അല്ലെങ്കിൽ 7000 ആവാം. എത്രയാണോ അള്ളാഹു ഉദ്ദേശിച്ചത് ആ ഒരു പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു ആ തരത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, പരിശുദ്ധമായ റജബ് മാസം ഇതാ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ആ റജബ് മാസത്തെ നമ്മൾ ശാരീരികമായും മാനസികമായും പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കുക. ആ റജബിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. ആ റജബ് മാസം എത്തിക്കഴിഞ്ഞാൽ ആ റജബിൽ ബറക്കത്തുണ്ടാവാൻ ദുആരക്കുക. ഒരുപാട് ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കുക. മാത്രമല്ല ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. ഈ ഒരു മാസം, ഇപ്പോൾ റജബ് മാസത്തിൽ ഒരു നന്മ ചെയ്താൽ 70 ഇരട്ടി പ്രതിഫലമാണെന്ന് ഹദീസിൽ കാണാം. എന്നതുപോലെ മറ്റൊരു ഹദീസിലുണ്ട്, അശദ്ദു ഇഖാബ, ഈ റജബ് മാസത്തിൽ ഒരു തിന്മ ചെയ്താൽ, ഒരു പാപം ചെയ്താൽ, ഈ റജബ് മാസത്തിൽ ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷക്ക് അതികഠിനമായ വേദനയുണ്ടാകുമെന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം. അതുകൊണ്ട് പരമാവധി പാപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു തആല നന്മകൾ ഒരുപാട് ചെയ്യുന്ന, തിന്മകൾ ചെയ്യാത്തവരായി അള്ളാഹു നമ്മളെ എല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നീട് എൻ്റെ സഹോദരന്മാരോട് സഹോദരിമാരോട് ഉണർത്താനുള്ളത്, സുന്നത്തായ കർമ്മങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. സുന്നത്തായ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ, സുന്നത്ത് നിസ്കാരങ്ങൾ, തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ പലപ്പോഴും മടി കാണിക്കുന്നവരാണ്, പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി പോകുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് തഹജ്ജുദ് നിസ്കാരം നിത്യമായി തുടങ്ങുവാനുള്ള വലിയ ഒരു അവസരമാണ് ഈ പരിശുദ്ധമായ റജബ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. തഹജ്ജുദ്, ദുഹാ നിസ്കാരം, അവ്വാബിൻ നിസ്കാരം, റവാത്തിബ് നിസ്കാരം, അതുപോലെ ഇശ്റാഖ് നിസ്കാരം, വിത്ർ നിസ്കാരം, എന്തെല്ലാം സുന്നത്ത് നിസ്കാരങ്ങളുണ്ടോ ആ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു മാസമാണ് റജബ് മാസം. കാരണം ഈ നിസ്കാരത്തിന്റെ വാർഷിക മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. നിസ്കാരത്തിന്റെ വാർഷിക മാസമാണ്. എത്രമാത്രം നമുക്ക് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുക. മാത്രമല്ല സുന്നത്തായ നോമ്പുകളുണ്ട്. സുന്നത്തായ റജബ് മുഴുവനും സുന്നത്ത് നോമ്പ് പിടിക്കൽ നല്ലതാണ്. റജബ് മുഴുവനും നോമ്പ് പിടിക്കൽ നല്ലതാണ്. പക്ഷേ ഒന്നിടവിട്ട ദിവസം, റജബ് 1 സുന്നത്ത് നോമ്പ് പിടിച്ചു, 2 വിട്ട് 3 പിടിച്ചു, 4 വിട്ട് 5 പിടിച്ചു, അതുപോലെ 6 വിട്ട് 7 പിടിച്ചു. അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് സുന്നത്ത് നോമ്പ് പിടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ റജബിലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മാറി 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 നമുക്ക് സുന്നത്ത് നോമ്പ് പിടിക്കാവുന്നതാണ്. അങ്ങനെ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന സമയത്ത് റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടാകുമല്ലോ. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, സഹോദരിമാർക്കും ഒരുപക്ഷെ സഹോദരന്മാർക്കും പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടാകും. ആ നോമ്പിന്റെ നിയ്യത്ത് കൂടി വെച്ചാൽ നമുക്ക് 2 നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു തആല നൽകും. ഒന്ന് റജബ് മാസത്തിലെ സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം, അതോടൊപ്പം തന്നെ ഖളാ ആയി പോയ ഫർളായ ഒരു നോമ്പിന്റെ പ്രതിഫലവും അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ സുന്നത്ത് നോമ്പ് പരമാവധി പിടിക്കാൻ ശ്രദ്ധിക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ അവൻ റജബ് മാസത്തിലെ ഒരു സുന്നത്തായ നോമ്പ് പിടിച്ചാൽ 600 കൊല്ലം നോമ്പ് പിടിച്ച കൂലി കിട്ടുമെന്നൊക്കെ വരെ പല ഹദീസിന്റെ കിതാബുകളിലും കാണാം. ദുർറത്തുൻ നാസിഹീൻ പോലത്തെ വഅലിന്റെ കിതാബുകളിലേക്ക് ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കും. ഒരുപാട് ഫളീലത്തുകളുടെ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതല്ലാതെ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹുൽ മുസ്ലിമിലൊക്കെ നോക്കിയാൽ ഇതുപോലത്തെ റജബ് മാസത്തിലെ നോമ്പിന്റെ, റജബ് മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന, ഒരു സുന്നത്തായ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന വലിയ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല റജബ് മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു നോമ്പ് പിടിച്ചാൽ, ഒരു സുന്നത്തായ ഒരു നോമ്പ് പിടിച്ചാൽ അള്ളാഹു അവനിക്ക് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ നൽകുമെന്ന് കാണുവാൻ സാധിക്കും. മാത്രമല്ല ആഖിറത്തിൽ ഒരുപാട് ദറജകൾ അള്ളാഹു ഉയർത്തും. മാത്രമല്ല റജബിന്റെ ആദ്യത്തെ രാത്രിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നാളെ റജബ് 1 തുടങ്ങുകയാണ് എന്ന് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസിൽ കാണാം, ലാ യുറദ്ദു ഫീഹി ദുആഉൻ ഫിദ്ദുനിയ വൽ ആഖിറ. നമ്മൾ ഈ റജബ് മാസത്തിൽ എപ്പോൾ ദുആ ചെയ്താലും വലിയ പ്രതിഫലമാണ്. പ്രത്യേകിച്ച് റജബിലെ ആദ്യത്തെ ദിവസം, ആദ്യത്തെ രാവിൽ നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ
ഇൻഷാ അല്ലാഹ് അത് ദുനിയാവിലെ കാര്യമാണെങ്കിലും ആഖിറത്തിലെ കാര്യമാണെങ്കിലും അള്ളാഹു വലിയ പ്രതിഫലമാണ് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്, നമുക്ക് നൽകുന്നത്. ഈ 2023 ഈ വർഷത്തിലെ റജബ് 1 ഒരു പക്ഷേ ഈ വരുന്ന ഞായറാഴ്ച അസ്തമിച്ച്, ഞായറാഴ്ച ജമാദുൽ ആഖിർ 29 ഞായറാഴ്ച ജമാദുൽ ആഖിർ 29 അന്ന് അസ്തമിച്ച് നിലാവ് കണ്ടാൽ തിങ്കളാഴ്ച റജബ് 1 ആവാം. ഇനി തിങ്കളാഴ്ചയാണ്, അതായത് ഞായറാഴ്ച ജമാദുൽ ആഖിർ 29 അന്ന് നിലാവ് കണ്ടില്ല എങ്കിൽ തിങ്കളാഴ്ച ജമാദുൽ ആഖിർ 30 എങ്കിൽ പിന്നെ ചൊവ്വാഴ്ച റജബ് 1 ആയിരിക്കും. അപ്പോൾ എന്നാണ്, ഒന്നെങ്കിൽ തിങ്കളാഴ്ചയാവാം അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാവാം. അപ്പോൾ ഏതാണെങ്കിലും നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ആ റജബ് 1 അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ പ്രത്യേകം ദുആ ചെയ്യുക. ഒരുപാട് ഖുർആൻ പാരായണങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഒരുപാട് വട്ടം പാരായണം. സൂറത്തുൽ ഫാത്തിഹ ഈ റജബ് മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഒരുപാട് ഓതും എന്ന ഒരു നിയ്യത്ത് ഇപ്പോൾ തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. റജബ് വരുന്നതിന് മുമ്പേ നമുക്ക് ഒരുപാട് നിയ്യത്തുകൾ എടുക്കണം. റജബിൽ ഞാൻ ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിക്കും, റജബിൽ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ ഞാൻ നിർവഹിക്കും, റജബിൽ ഒരുപാട് ഖുർആൻ പാരായണം ഞാൻ ചെയ്യും, റജബിൽ ഒരുപാട് ദിക്റുകൾ, ഔറാദുകൾ, അതുപോലെ തന്നെ സ്വതക്കുകൾ ഞാൻ വർദ്ധിപ്പിക്കുമെന്നുള്ള നല്ല നിയ്യത്ത് ഇപ്പോഴേ നമ്മൾ എടുക്കണം, ഇപ്പൊ തന്നെ നമ്മൾ എടുക്കണം. മാത്രമല്ല റജബ് മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ചെറിയൊരു സൂറത്താണ്. ആ സൂറത്തുൽ ഇഖ്ലാസ് എത്രമാത്രം നമ്മൾ വർദ്ധിപ്പിക്കുന്നുവോ അത്രമാത്രം പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് വാരിക്കോരി നൽകുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല ഹദീത്തുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് ആ സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വങ്ങൾ ഏതൊക്കെയാണെന്ന് എണ്ണി നമുക്ക് വിശദീകരിക്കാം. അതുപോലെ റജബ് മാസത്തിൻ്റെ വലിയ ശ്രേഷ്ഠതകളിൽപ്പെട്ടതാണ് ഇസ്രാ മിഅ്റാജ് സംഭവം. ഇസ്രാ മിഅ്റാജ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതപ്പെടുത്തുന്ന, അതായത് നബി തങ്ങളുടെ ജീവിതത്തിലെ ഒരു യൂട്ടേൺ എന്ന് പറയാം, അല്ലെങ്കിൽ വലിയൊരു വഴിത്തിരിവ് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. ഇസ്രാ മിഅ്റാജിന് മുമ്പ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉമ്മയുടെ നാടാകുന്ന ത്വായിഫിലേക്ക് പരിശുദ്ധമായ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി കടന്നു ചെന്നപ്പോൾ ഒരുപാട് കല്ലേറും കൂക്കുവിളിയൊക്കെ ഉണ്ടായി, വലിയ വിഷമത്തിലായി. പിന്നെയോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. അതുപോലെ തന്നെ അബൂ താലിബ്, നബിതങ്ങളുടെ പിതൃവ്യനാകുന്ന കൊച്ചാപ്പയോ അല്ലെങ്കിൽ മുത്താപ്പയോ ആയിരുന്ന അബൂ താലിബ് മരണപ്പെട്ടു. ഇങ്ങനെ വലിയ പ്രയാസത്തിൽ കുടുങ്ങിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല ഇസ്രാ മിഅ്റാജ് യാത്ര കൊണ്ടുപോവുകയാണ്. മക്കയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇസ്രാ യാത്ര, ആ ഒരു യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുക. കേവലം നിമിഷങ്ങൾ കൊണ്ടാണ് ആ ഒരു യാത്ര, കിലോമീറ്ററുകളോളമുള്ള ആ ഒരു സഞ്ചാരം നിമിഷ നേരങ്ങൾ കൊണ്ട് സംഭവിച്ചു എന്നാണ്. അതിനുശേഷം ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഫലസ്തീനിൽ നിന്നും 7 ആകാശങ്ങളും കടന്ന് അല്ലാഹ് എവിടെയാണോ അവിടെ പോയി എന്നാണ്. സ്വർഗവും നരകമൊക്കെ കണ്ട ആ ഒരു വലിയ സുപ്രധാനപ്പെട്ട സംഭവം നടന്നത് ഇതുപോലത്തൊരു റജബ് മാസത്തിലാണ്. അതിൻ്റെ ഒരു സ്മരണാർത്ഥം റജബ് 27 അന്ന് നമ്മൾ സുന്നത്ത് നോമ്പ്, മിഅ്റാജിൻ്റെ നോമ്പ് പിടിക്കാറുണ്ട്. അപ്പോൾ ആ അതുപോലത്തെ സുന്നത്തായ നോമ്പുകൾ അതൊക്കെ പിടിക്കാൻ വലിയ തയ്യാറെടുപ്പ് ഇപ്പോഴേ നമ്മൾ എടുക്കുക. റജബ് വരുന്നതിന് മുമ്പ് ഞാൻ റജബിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ള നല്ല നിയ്യത്ത് ഇപ്പോഴേ നമ്മൾ എടുത്താൽ ഇനി റജബ് മാസത്തിൽ ഈ പറയപ്പെട്ടിട്ടുള്ള നോമ്പുകളൊന്നും എടുക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും നോമ്പ് പിടിച്ച പ്രതിഫലം അല്ലെങ്കിൽ ഈ നന്മയൊക്കെ ചെയ്ത പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. ചില ആളുകൾ ചില വിമർശനങ്ങൾ പറയാറുണ്ട്. അതിൽപ്പെട്ടതാണ് അറബ് മാസങ്ങൾ 12. ആ 12 മാസങ്ങളിൽ ഏത് മാസം വന്നാലും അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്, ബഹുമാനമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ റജബ് മാസം വരുന്നു, റജബിന് വലിയ ശ്രേഷ്ഠതയാണ്, ബഹുമാനമാണ്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഈ യൂട്യൂബിൽ ഒരുപാട് ഉസ്താദുമാർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? ഞങ്ങളുടെ മുൻഗാമികളൊന്നും ഇങ്ങനെ പറയും, ഞങ്ങളുടെ വല്ലുപ്പമാരോ വല്ലുമ്മമാരോ ഒന്നും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ എന്ന് ചില ആളുകൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്. റജബിൻ്റെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠത, ഉസ്താദുമാർ ഈ വീഡിയോയിലൂടെയൊക്കെ പറയുന്ന ശ്രേഷ്ഠത, അത് എല്ലാ കാലത്തും ഉള്ളതാണ്. പണ്ട് മുതലേ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ കുറവാണ്. ഇതുപോലെ മറ്റുള്ളവർക്ക് ഇൽമ് എത്തിച്ചു കൊടുക്കാനുള്ള അവസരങ്ങൾ പലപ്പോഴും കിട്ടാറില്ല.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല അറിവുകളും കിട്ടാതെ പോയിട്ടുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയില്ല എങ്കിൽ അതില്ല എന്ന് നമ്മൾക്ക് ഒരിക്കലും വിചാരിക്കരുത്. ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ ഇതൊന്നും എനിക്കറിയില്ല, ഇതൊന്നും എനിക്ക് വേറെ ആരും പറഞ്ഞു തന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇതില്ല എന്നല്ല. ഒരാൾ പറയുമ്പോൾ അത് ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് സത്യമാണോ അസത്യമാണോ നമുക്ക് തന്നെ തിരിയുമല്ലോ. അതിനുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻഗാമികളായ ഉലമാക്കൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, അവരൊക്കെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ മുൻഗാമികളൊക്കെ ഇത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം, അല്ലാതെ ഇതൊന്നും ഇല്ല, ഇതൊക്കെ ശിർക്ക്, കുഫർ, ബിദ്അത്ത് എന്നൊക്കെ പറഞ്ഞ് അടച്ചാക്ഷേപിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ആർക്കും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു തിരുത്തലാവട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ റജബ് മാസം നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. അല്ലാഹു തആല ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ റജബ് മാസത്തിലും ശേഷം വരുന്ന ശഅബാനിലും അതിനുശേഷം വരുന്ന റമളാനിലും എല്ലാ മാസത്തിലും അതിൻ്റെതായ ശ്രേഷ്ഠതകൾ, പ്രതിഫലങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ കരുണാവാരിധിയായ പടച്ചവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ, നന്മകൾ നിറഞ്ഞ, ഒരുപാട് അറിവ് നിറഞ്ഞ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോകൾ എത്തിച്ചു കൊടുത്താൽ, ഷെയർ ചെയ്തു കൊടുത്താൽ, ആ ഷെയർ ചെയ്തതിൻ്റെ വലിയ പ്രതിഫലം ഇൻഷാ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദുആവസിയത്ത് പറയുന്നുണ്ടോ അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകട്ടെ. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, ദുരിതങ്ങളുണ്ടോ എല്ലാം അതൊക്കെ മാറ്റിയിട്ട് അള്ളാഹു സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ.